തങ്ങളോട് പറഞ്ഞതെന്തെന്ന് അവർ ഗ്രഹിച്ചില്ല. പിന്നെ അവൻ അവരോടൊപ്പം പുറപ്പെട്ട് നസറത്തിൽ വന്ന് അവർക്ക് വിധേയനായി ജീവിച്ചു. അവന്റെ അമ്മ ഇക്കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. നിന്റെ തളർച്ചയിലൊന്നു ചേരാ, നിന്നെ താരാട്ടു പാടി ഉറക്കാം. ഇതാ ഇതാ നിന്റെ അമ്മ. പരിശുദ്ധ ദൈവമാതാവിന്റെ വണക്കമാസം 25-ാം തീയതി. പരിശുദ്ധ കന്യകയുടെ മരണം. എല്ലാ മനുഷ്യരും മരണ നിയമത്തിന് അധീനരാണ്. മരണം പാപത്തിന്റെ ശിക്ഷയാണ്. തന്നിമിത്തം അമലമനോഹരിയായ മറിയം മരണ നിയമത്തിന് വിധേയായാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. എങ്കിലും പരിശുദ്ധ കന്യക മരിച്ചു എന്നുള്ള പ്രബലമായ വിശ്വാസം സഭയിൽ നിലനിന്നിരുന്നു. ജീവദാതാവായ മിശിഹ പോലും മരണ നിയമത്തിന് വിധേയമായതിനാൽ പരിശുദ്ധ കന്യക മരണത്തിന് അധീനയായിരിക്കണമെന്നാണ് കരുതേണ്ടത്. ദിവ്യസുതന്റെ സ്വർഗാരോഹണ ശേഷം സ്വർഗത്തെ മാത്രം അന്വേഷിച്ചുകൊണ്ടുള്ള ഒരു ജീവിതമാണ് അവൾ നയിച്ചത്. സ്വപുത്രനോടുള്ള അത്യുജ്വലമായ സ്നേഹവും ഐക്യവും പരിശുദ്ധ അമ്മയെ ഈ ലോകത്തിൽ നിന്നും വിമോചനം പ്രാപിക്കുവാനുള്ള ആഗ്രഹത്തിന് കാരണമായി തീർന്നിട്ടുണ്ടാകാം. മറിയം മരണത്തിന് വിധേയായത് ദിവ്യസുതനോട് അനുരൂപമാകുന്നതിന് വേണ്ടിയായിരുന്നു. മരണം എല്ലാവർക്കും ഭയാജനകമാണ്. എന്നാൽ പരിശുദ്ധ കന്യകയെ സംബന്ധിച്ചിടത്തോളം മരണം ഭയാജനകമല്ലായിരുന്നു. അത് കേവലം ഒരു സ്നേഹനിദ്രയായിരുന്നു. മേരി യാതൊരു മരണവേദനയും അനുഭവിക്കാതെയാണ് കണ്ണുനീരിന്റെ ഈ താഴ്വരയിൽ നിന്നും നിത്യസൗഭാഗ്യത്തിലേക്ക് പ്രവേശിച്ചത്. പ്രായാധികമോ ശാരീരിക രോഗമോ മറ്റു ഭൗമിക കാരണങ്ങളെക്കാൾ ഹൃദയത്തിൽ ഉജ്ജ്വലിച്ച ദൈവസ്നേഹാഗ്നിയിലത്രേ മേരി ദിവംഗതയായത്. തന്റെ ജീവിതത്താൽ ഈ പ്രപഞ്ചത്തെ മുഴുവൻ ധന്യമാക്കിയ ശേഷം അവൾ സ്വർഗീയ മഹത്വത്തിലേക്ക് പ്രവേശിച്ചു. മിശിഹ കാൽവരി മലയിലെ കുരിശിൽ സ്വജീവൻ പരമപിതാവിന് സമർപ്പിച്ച് മരിച്ചതുപോലെ പരിശുദ്ധ കന്യകയും സ്വർഗീയ പിതാവ് ഭരമേൽപ്പിച്ച ദൗത്യം പരിപൂർണമായി നിർവഹിച്ച ശേഷം മരണത്തെ അഭിമുഖീകരിച്ചു. അവളുടെ പരിപാവനമായ ആത്മാവ് ഈ പ്രപഞ്ചത്തിൽ നിന്നു സ്വർഗീയ പിതാവിന്റെയും അവിടുത്തെ ദിവ്യസുതന്റെയും സന്നിധിയിലേക്ക് പറന്നുയർന്നു. എല്ലാ ക്രിസ്ത്യാനികൾക്കും മരണത്തിലും അവളുടെ സ്നേഹനിദ്ര മാതൃക നൽകുന്നു. പ്രത്യേകിച്ചും മരണസമയത്ത് പരിശുദ്ധ കന്യകയുടെ സഹായം നമുക്ക് ലഭിക്കുമെങ്കിൽ നാം നല്ല മരണം പ്രാപിക്കുമെന്നുള്ളത് നിസ്തർക്കമാണ്. ഇന്ന് സ്വർഗീയ മഹത്വം അനുഭവിക്കുന്ന വിശുദ്ധന്മാരെല്ലാവരും അവരുടെ ഉന്നതമായ സ്വർഗീയ സൗഭാഗ്യത്തിന് അർഹരായി തീർന്നത് പരിശുദ്ധ കന്യകയോടുള്ള ഭക്തി നിമിത്തമാണെന്ന് കാണാവുന്നതാണ്. നാം എല്ലാ ദിവസവും പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ എന്ന് ഭക്തിപൂർവം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന മരണസമയത്ത് പരിശുദ്ധ കന്യകയുടെ സവിശേഷമായ സഹായം ലഭിക്കാൻ കാരണമാകുമെന്നതിൽ യാതൊരു സംശയവും വേണ്ട. പരിശുദ്ധ കന്യകയുടെ നേരെയുള്ള ഭക്തി നിത്യരക്ഷയുടെ സുനിശ്ചിതമായ അടയാളമാകുന്നുവെന്ന് ലയോ 11 മാർപ്പാപ്പ പ്രസ്താവിച്ചു. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇപ്രകാരമായിരുന്നു: എനിക്ക് മറിയത്തെ തരിക, മറിയം എന്നെ പരിത്യജിക്കാതിരിക്കുവാൻ. 13 ലയോ മാർപ്പാപ്പ മരണശയിൽ കിടന്നുകൊണ്ട് പറഞ്ഞു, നമുക്ക് ഉത്തരീയനാഥയ്ക്ക് ഒരു നവനാൾ കഴിക്കാം. അതിനുശേഷം ഞാൻ സമാധാനപൂർണമായി മരിച്ചുകൊള്ളാം. പ്രാർത്ഥന. പരിശുദ്ധ കന്യകെ, അങ്ങയുടെ മരണം ഒരു സ്നേഹനിദ്രയായിരുന്നുവല്ലോ. അങ്ങയുടെ ദിവ്യകുമാരനോട് ഐക്യപ്പെടുവാനുള്ള ഉത്കടമായ അഭിവാച്യയുടെ പൂർത്തീകരണമായിരുന്നു. നാഥേ, ഞങ്ങൾ നല്ല മരണം ലഭിച്ച് അങ്ങയോടും അങ്ങേ തിരുക്കുമാരനോടും കൂടി സ്വർഗീയ സൗഭാഗ്യം അനുഭവിക്കുവാൻ ഇടയാക്കണമേ. ഞങ്ങളുടെ നിത്യരക്ഷയുടെ പ്രതിബന്ധങ്ങൾ നിരവധിയാണ്. അവയെ വിജയപൂർവം തരണം ചെയ്ത് നിത്യാനന്ദത്തിൽ എത്തിച്ചേരുവാൻ അമ്മേ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റോട് അപേക്ഷിക്കണമേ.
പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും നാമത്തിൽ ആമേൻ. സുഹൃത്ത് ജപം. ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവത്തോട് അപേക്ഷിക്കണമേ. ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവത്തോട് അപേക്ഷിക്കണമേ. ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവത്തോട് അപേക്ഷിക്കണമേ. രക്തക്കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുന്നോരമ്മയെ നിന്ദിക്കരുതേ നീ ഒരു നാളും.